പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഒക്ടോബർ മാസം 5-ാം തീയതി ഞായറാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? ഒന്ന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അനർത്ഥങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളൊക്കെ നിറഞ്ഞ ലോകത്തിൽ അങ്ങ് ഞങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം. ഒന്നിനും കുറവ് വരാതെ അങ്ങ് ഞങ്ങളെ സൂക്ഷിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ കൃപ ഞങ്ങളുടെ കൂടെ ഇരുന്നതിന് സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നല്ലോ, അതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ എഴുന്നേൽപ്പിച്ചതിന് കർത്താവിന് സ്തോത്രം. ഞങ്ങൾ കിടന്നുറങ്ങി, കർത്താവ് ഞങ്ങളെ താങ്ങുകയോതുകൊണ്ട് ഞങ്ങൾ എഴുന്നേറ്റു. അങ്ങ് ഞങ്ങളെ എഴുന്നേൽപ്പിച്ചത് അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയോത്സവമായി നടത്തുന്നതിന് അങ്ങേക്ക് സ്തോത്രം. കർത്താവേ, അങ്ങ് ഞങ്ങളെ ഈ പകൽക്കാലം കൈ പിടിച്ച് നടത്തുന്ന ദൈവകൃപയ്ക്കായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ കൈ പിടിച്ച് നടത്തുന്ന ദൈവത്തിൻ്റെ വൻ കൃപകൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം 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 സ്തോത്രം. അങ്ങേക്ക് ആരാധന, അങ്ങേക്ക് സ്തുതി. ജയത്തോടെ നടത്തുന്നതിന് സ്തോത്രം. യഹോവ നിസി ഞങ്ങളുടെ കൂടെ ഇരുന്ന് ജയോത്സവമായി ഞങ്ങളെ നടത്തുന്നതിന് സ്തോത്രം 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 സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു. അങ്ങയുടെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. അങ്ങ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാകുന്നു. അങ്ങ് മാത്രം അത്ഭുതങ്ങളെ ചെയ്യുന്നു. അങ്ങയുടെ അത്ഭുതങ്ങൾ മഹാത്ഭുതങ്ങളാകിയാൽ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പ്രഭാതത്തിൽ കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള സ്നേഹത്തിനായിട്ട് സ്തോത്രം. അങ്ങയുടെ പുത്രനാം യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്കായി ക്രൂശിൽ ആമേൻ വിട്ടു തന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തിയതിന് സ്തോത്രം. യേശുവ അങ്ങേക്ക് ആരാധന, യേശുവ അങ്ങേക്ക് ആരാധന, യേശുവ അങ്ങേക്ക് ആരാധന. സ്തോത്രം സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ കർത്താവിന് ഒന്നുകൂടെ മഹത്വം കൊടുക്കാം. കർത്താവിൻ്റെ വൻ കൃപകളെ നമുക്ക് ഒന്നുകൂടെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ആമേൻ. 150-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, ദൈവത്തെ കർത്താവിൻ്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പീൻ, കർത്താവിൻ്റെ ബലമുള്ള ആകാശവിധാനത്താൽ കർത്താവിനെ സ്തുതിപ്പീൻ. അതിൻ്റെ 6-ാമത്തെ വാക്യം, അവസാനത്തെ വാക്യം, എല്ലാ വാക്യങ്ങളും നിങ്ങൾ വായിക്കണം. 6-ാമത്തെ വാക്യം പറയുന്നു, ജീവനുള്ളതൊക്കെയും യഹോവയെ സ്തുതിക്കട്ടെ, യഹോവയെ സ്തുതിപ്പീൻ. കരങ്ങൾ ഉയർത്തി ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ ജീവനോടിരിപ്പാൻ കർത്താവ് കൃപ തന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഓരോരുത്തരെയും വ്യക്തിപരമായി യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാത സന്ദേശം നിന്റെ കുഞ്ഞുങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഇവർ പരിശുദ്ധാത്മാവിനാൽ നിറയട്ടെ. കൊർന്നല്യൂസിൻ്റെ ഭവനത്തിനകത്ത് പത്രോസ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ മേലൊക്കെയും പരിശുദ്ധാത്മാവ് വന്നു എന്ന് തിരുവെഴുത്തി പറയുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിറയട്ടെ. ഇവരുടെ ഉള്ളിൽ നിന്നും ആത്മാവിൻ്റെ നദികൾ ഒഴുകട്ടെ. ദൈവിക അത്ഭുതങ്ങൾ ഇവരിലൂടെ സംഭവിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. എല്ലാ വിധത്തിലുള്ള രോഗശക്തികളും യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറട്ടെ. പൈൽസ് റിലേറ്റഡ് ഉള്ള വിഷയങ്ങൾ, ആമേൻ, ബ്ലീഡിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാ അസ്വസ്ഥതകളും മാറട്ടെ. ആമേൻ. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അവൻ ഷോൾഡർ പെയിനുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് റൈറ്റ് സൈഡിലെ ഷോൾഡറിനുണ്ടായ വേദന ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. റൈറ്റ് സൈഡിലേക്ക് ചരിഞ്ഞ് കിടക്കാൻ കഴിയാതെ അവൻ റൈറ്റ് സൈഡിലുണ്ടായ ഷോൾഡറിൻ്റെ വേദന യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. അത്ഭുതകരമായ സൗഖ്യത്തെ കർത്താവ് വായിച്ചതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ബ്ലഡ് പ്രഷർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. ബ്ലഡ് ഷുഗർ യേശുവിൻ്റെ നാമത്തിൽ നോർമലാകട്ടെ. രക്തത്തിലുള്ള സകല ഇൻഫെക്ഷനുകളും യേശുവിൻ്റെ നാമത്തിൽ ശുദ്ധീകരിക്കപ്പെടട്ടെ, സൗഖ്യമാകപ്പെടട്ടെ. കർത്താവ് കൊടുത്ത അത്ഭുത സൗഖ്യത്തിന് സ്തോത്രം. കർത്താവെ, ജോലിയില്ലാത്തവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ വിടുവിക്കണം. എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ പ്രത്യേകമായ ഒരു കൃപ അവരോടുകൂടെ ഇരിക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. അങ്ങ് അത്ഭുതങ്ങളിലൂടെ നടത്തുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് ലോകത്തെമ്പാടും അങ്ങയുടെ സഭായോഗങ്ങൾ നടക്കുമ്പോൾ കർത്താവ് ജനത്തെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിനായിട്ടും സ്തോത്രം. അതുപോലെ കർത്താവെ, നാളെ മുതൽ തുടങ്ങുന്ന 16-ാമത്തെ നമ്മുടെ കൺവെൻഷനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. 3 ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങളായി, അങ്ങയുടെ രാജ്യത്തിന് പ്രയോജനമുള്ള ദിവസങ്ങളായി, ആമേൻ, സഭയ്ക്ക് പ്രയോജനമുള്ള ദിവസങ്ങളായി കർത്താവ് തീർക്കണം. എല്ലാവരുടെയും ജീവിതത്തിൽ ഈ കൺവെൻഷൻ അനുഗ്രഹം
പൂർത്തി പ്രാപിപ്പാൻ ഇടവരട്ടെ. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യുന്നതിന് നന്ദി, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവിക കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ ഓവർഫ്ലോ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ മുതൽ തുടങ്ങുന്ന കൺവെൻഷന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്നറിയാം. വീണ്ടും ഒന്നുകൂടെ ഓർപ്പിക്കുന്നു, ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. കർത്താവ് ധാരാളമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്ഭുതങ്ങളിലൂടെ കർത്താവ് ഈ ദിവസങ്ങളിൽ നടത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ആലോചനയ്ക്കായിട്ട് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. അത് സങ്കീർത്തനത്തിൽ നിന്നുമാണ്. സങ്കീർത്തനം അതിൻ്റെ 37-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കർത്താവിന് വേണ്ടി പ്രത്യാശ വെക്കണം. ഇപ്പം പലപ്പോഴും യഹോവയുടെ മുമ്പാകെ എന്ത് ചെയ്യണം? മിണ്ടാതെ ഇരുന്ന്, അല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മിണ്ടാതെ ഇരുന്ന് കർത്താവിനായി പ്രത്യാശിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും എന്തുവാ ഇതിൻ്റെ അർത്ഥം? അതായത് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നു, ആ ചില സമയങ്ങളിൽ നമ്മുടെ കർത്താവ് സൈലൻ്റായി പോയോ എന്ന് നമുക്കൊരു തോന്നലുണ്ട്. അപ്പോൾ നമ്മൾ ഉപവസിക്കും, നമ്മൾ വീണ്ടും പ്രാർത്ഥിക്കും, ദൈവസന്നിധിയിലൊക്കെ നോക്കും. പക്ഷേ എപ്പോഴും കർത്താവ് ഇങ്ങനെ നിശബ്ദനായിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം ഒരു കാര്യം, ഞാൻ ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു മാപ്പ് വെച്ചിട്ട്, അതായത് ഇപ്പം ഗൂഗിൾ മാപ്പോ വെയ്സോ ഒക്കെ വെച്ച് നമ്മളൊരു ഡയറക്ഷനിലേക്ക് യാത്ര ചെയ്യുക, ഒരു ലൊക്കേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ കുറേ ദൂരം വണ്ടി ഓടിച്ചു കഴിയുമ്പം ഇവിടുന്ന് നമുക്ക് ഇങ്ങോട്ട് ഇൻഫർമേഷൻസ് ഒന്നും വരുന്നില്ല, ഇൻസ്ട്രക്ഷൻസ് ഒന്നും കിട്ടുന്നില്ല, റൈറ്റ് എടുക്കാനോ ലെഫ്റ്റ് എടുക്കാനോ ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഒന്ന് തൊട്ട് നോക്കും, മൊബൈലിലൊക്കെ ഒന്ന് തൊട്ട് നോക്കും, വല്ല അനക്കമുണ്ടോ, കേടായതാണോ, എന്താ സംഭവിച്ചെന്നൊക്കെ നോക്കും. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന ആ മിണ്ടാതിരിക്കുന്നതിൻ്റെ അർത്ഥം ആദ്യം തന്നിരിക്കുന്ന ഇൻസ്ട്രക്ഷനെ ഫോളോ ചെയ്തു. അടുത്ത ഇൻസ്ട്രക്ഷൻ വരുന്നത് വരെ ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തോളാനാണ് പറയുന്നത്. അതായത് കുറച്ച് ദൂരം കൂടെ ഇനി നേരെ പോകാനുണ്ട്, അങ്ങ് മിണ്ടാതിരുന്ന് വണ്ടി ഓടിച്ചോളാനാണ് അതിൻ്റെ അർത്ഥം. ഇതുപോലെ തന്നെയാണ് കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ നമ്മളിരിക്കും, പിന്നെ നമ്മൾ കർത്താവേ നീ എന്നെ മിണ്ടാതെ, നോ, നമ്മൾ സ്തോത്രം പറഞ്ഞ് ദൈവത്തിന് മഹത്വം കൊടുത്ത് കർത്താവ് നമുക്ക് തന്ന ഇൻസ്ട്രക്ഷനെ നമ്മളങ്ങ് ഫോളോ ചെയ്താൽ മതി. ഹല്ലേലൂയ. ഇപ്പം ഈ മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇപ്പം നമ്മൾ മാപ്പ് ഓണാക്കി വെച്ചിരിക്കുന്നു, മിണ്ടാതിരിക്കുന്നു എന്ന് മാപ്പ് പ്രവർത്തിക്കുന്നില്ലെന്നല്ല, ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ മൊബൈൽ കേടായിപ്പോയി എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. അതായത് കർത്താവ് മിണ്ടാതിരിക്കുന്നു എന്ന് കാണുമ്പോൾ കർത്താവ് നമ്മളെ തള്ളിക്കളഞ്ഞു എന്നോ അല്ലെങ്കിൽ കർത്താവ് നമ്മളെ മറന്നു കളഞ്ഞു എന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം കർത്താവ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഗോഡ് ഈസ് പ്രിപ്പയറിങ് അസ്, നമ്മളെ പ്രിപ്പയർ ചെയ്യുക. അവൻ്റെ സൈലൻസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ആബ്സെൻസ് അല്ല. അതായത് കർത്താവ് മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളതല്ല. ആമേൻ. അത് ദൈവത്തിൻ്റെ ചില പ്ലാനുകളാണ്. ആ സമയത്ത് നമ്മുടെ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്യുവാൻ, നമ്മുടെ ക്ഷമയെ ഡെവലപ്പ് ചെയ്യുവാൻ, നമ്മുടെ ആത്മീക പക്വതയൊക്കെ ഡെവലപ്പ് ചെയ്യുവാൻ വേണ്ടിയാണ് പല സമയങ്ങളിലും കർത്താവ് മിണ്ടാതിരിക്കുന്നത്. ഹല്ലേലൂയ. യോബിൻ്റെ ജീവിതത്തിൽ കർത്താവ് പലപ്പോഴും മിണ്ടാതിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും യോബിനെ തള്ളിക്കളയുകയോ നശിപ്പിക്കുകയോ ചെയ്യാൻ വേണ്ടി അല്ലായിരുന്നു. അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? യോബിനെ കർത്താവെങ്കിൽ ഒന്നുകൂടൊന്ന് റെഡിയാക്കി എടുക്കുകയായിരുന്നു. ആമേൻ. യേശുവിൻ്റെ ശുശ്രൂഷയുടെ സമയത്ത് നമുക്കറിയാം, ലാസറിൻ്റെ വീട്ടിലേക്ക്, ലാസറിൻ്റെ ഭവനത്തിലേക്ക് വരുവാൻ യേശു താമസിച്ചു. അപ്പോൾ എല്ലാവരും ചിന്തിച്ച് കാണും, യേശു അവരെ കൈവിട്ട് കാണും, യേശു ഇവരെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ലായിരിക്കും. കാരണം ലാസറിൻ്റെ സഹോദരിമാർ വീട്ടിൽ നിന്ന് ആളിനെ അയച്ചു, ലാസർ ദീനമായി കിടക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചു. പക്ഷേ ഇതൊന്നും കണ്ടിട്ട് യേശു കുലുങ്ങിയില്ല, യേശു അനങ്ങിയേയില്ല. പക്ഷെ കാരണം ഇത് യേശുവിൻ്റെ ഉദ്ദേശം രോഗസൗഖ്യം കൊടുക്കുകയല്ലായിരുന്നു, മരണത്തിൽ നിന്നുള്ള ഉയർപ്പ് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഒരു പക്ഷേ യേശുവിൻ്റെ സഹോദരിമാർ ചിന്തിച്ച് കാണും, ഓ യേശുവിന് സ്നേഹമില്ല, യേശു നമ്മളെ കൈവിട്ടോ, യേശു അനങ്ങുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് കാണുമായിരിക്കും. പക്ഷേ യേശു പറഞ്ഞൊരു വാക്കുണ്ട്, ഈ രോഗം മരണത്തിനായിട്ടല്ല, മഹത്വത്തിനായിട്ടാണ്, ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ വിശ്വാസത്തോടെ പ്രത്യാശയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ കർത്താവ് ഒന്ന് നോക്കുക, നമ്മൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യും, അത് നമ്മൾ വിശ്വസിച്ച് കർത്താവിൽ പ്രത്യാശ വെച്ചിരിക്കണം. പിന്നെ കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, പ്രിപ്പയറിങ് ഫോർ എ ബിഗ്ഗർ ടെസ്റ്റിമണി, വലിയ സാക്ഷ്യത്തിന് വേണ്ടി
കർത്താവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുപോലെ നമ്മുടെ ഇമോഷൻസിനെ മാറ്റി നമ്മളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്ന സമയമാണ് ഈ കർത്താവിൻ്റെ മിണ്ടാതിരിക്കുന്ന സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവ് മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ വയലൻ്റ് ആകണ്ട, നമ്മൾ ടെൻഷൻ ആകണ്ട, നമ്മൾ ദൈവത്തിന് സ്തോത്രം പറയുക. കാരണം കർത്താവിനറിയാം അതാതിൻ്റെ സമയത്ത് പ്രവർത്തിക്കുവാൻ. ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ തൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞിട്ട് പലയിടത്ത് കൊണ്ട് CV കൊടുത്തു. വിശ്വസ്തനായി പ്രാർത്ഥിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ പലയിടത്ത് കൊടുത്തിട്ടും എങ്ങോന്നും ഒരു മറുപടിയില്ല. അപ്പോൾ എല്ലാവരും ചോദിച്ചു, എന്താണ് നിൻ്റെ ദൈവം മറുപടിയൊന്നും പറയുന്നില്ലേ? ഒരനക്കവും ഇല്ലല്ലോ, എങ്ങോന്നും വിളിക്കുന്നില്ലല്ലോ, നീ ഒത്തിരി CV കൊടുത്തല്ലോ. അവൻ പറഞ്ഞ്, കർത്താവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് വേണ്ടി കർത്താവ് ഏറ്റവും ബെസ്റ്റ് ഒരുക്കുമെന്ന് പറഞ്ഞു. അവൻ്റെ മനസ്സിലും സംശയങ്ങൾ അടിക്കുവാൻ തുടങ്ങി. കാരണം മാസങ്ങളായി എങ്ങോന്നും ഒരു അനക്കമില്ല. CV കിട്ടിയെന്ന് പോലും പറഞ്ഞൊരു മെയിൽ വരുന്നില്ല. അവസാനം ഒരു ദിവസം അവനൊരു കോൾ വരികയാണ്. കോൾ വരുന്നത് ഇവൻ ഒരിക്കലും CV കൊടുക്കാത്തൊരു കമ്പനിയിൽ നിന്നാണ്. ഇവൻ ആ കമ്പനി പോയിട്ടില്ല, അവരുടെ ഇമെയിൽ ID അറിയത്തില്ല. അത് ഈ കൊടുത്ത എല്ലാ കമ്പനികളെക്കാളും ശ്രേഷ്ഠമായ കമ്പനി, ശ്രേഷ്ഠമായ ഓഫർ. അതാണ് കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ഓർത്തോണം, നമുക്ക് വേണ്ടി വലുതെന്തോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ആ സാന്നിധ്യത്തിൽ നിന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കണം. കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ നമ്മൾ ദൈവവചനം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തത്തിൽ മുറുകെ പിടിച്ചോണം. കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ ഹൃദയത്തെ പ്രത്യേകം സൂക്ഷിക്കണം. അനാവശ്യമായ ടെൻഷനുകൾ അകത്ത് കയറി ആകുലത ഉണ്ടാകാതിരിക്കാൻ ഹൃദയത്തെ സൂക്ഷിക്കണം. കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, കർത്താവിൻ്റെ ശബ്ദം മാത്രമേ കണക്ട് ചെയ്യാവുള്ളൂ. മനുഷ്യൻ്റെ ശബ്ദത്തെ ഒരു രീതിയിലും കണക്ട് ചെയ്യരുത്. കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ വലിയ പ്രത്യാശയുള്ളവരായിരിക്കണം. വലിയ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ കരങ്ങളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ കാത്തിരിക്കാൻ എന്നെ പഠിപ്പിക്കണം. യഹോവയിൽ പ്രത്യാശ വെച്ച് മിണ്ടാതിരിക്കുവാൻ എന്നെ പഠിപ്പിക്കണം. കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ ഞാൻ ടെൻഷനായി പോകാതെ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ കാത്തിരുന്ന് അങ്ങയിൽ നിന്ന് പ്രാപിക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ, ആമേൻ. കരങ്ങളെ ഉയർത്തി ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞ് കർത്താവ് മിണ്ടാതിരിക്കുമ്പോൾ അവൻ്റെ ആബ്സെൻസ് അല്ല കാണിക്കുന്നത്, അവൻ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നു. അതായിരിക്കണം നമ്മുടെ വിശ്വാസം, കേട്ടോ. കരങ്ങൾ ഉയർത്തി പറ, നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ചു വരിക. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. നമ്മുടെ ജീവിതത്തിൽ തോന്നിയിട്ടില്ലേ, കർത്താവ് മിണ്ടുന്നില്ലല്ലോ, കർത്താവ് സൈലൻ്റ് ആണല്ലോ, ഒരു മറുപടിയുമില്ലല്ലോ? ഡോണ്ട് വറി, ഈസ് പ്രിപ്പയറിംഗ് ഫോർ ഗ്രേറ്റ് തിങ്സ്. അവൻ നിന്നെ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ്.